What's happening people, this is Koji Machan and welcome back to another vlog. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂരാണ് to ride the all new RR 310. ലുക്ക് വൈസ് അങ്ങനെ മാറ്റങ്ങളൊന്നും പറയാനില്ല, പക്ഷേ ഫ്രണ്ടിൽ ഒരു വിംഗ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫോർ ബെറ്റർ ഡൗൺ ഫോഴ്സ്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അതേ ആ ഒരു അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ, ഇതിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഡൈനാമിക് പ്രോ കിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് റേസ് ട്യൂൺ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഫീച്ചറിൻ്റെ, അതായത് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ABS, കോർണറിങ് ക്രൂസ് കൺട്രോൾ, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ റിയർ ലിഫ്റ്റ് ഓഫ്, വീലി കൺട്രോൾ, ഇങ്ങനത്തെ കുറേ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൈ LED ടെക്നോളജി ആ ഒരു പഴയ RR3 എങ്ങനെയാണ് ഉണ്ടായത് അതേ ഒരു ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ആൻഡ് ടയേഴ്സ് നോക്കാൻ പോയാൽ നമുക്ക് റോഡ് 5 ടയേഴ്സാണ്. ബ്രേക്ക് ഡിസ്കിൻ്റെ സൈസൊക്കെ ഓൾമോസ്റ്റ് ചെയ്യുന്നത് പഴയത് എന്താണോ അത് തന്നെയാണ് ഈ ഒരു പുതിയ RR3 വന്നേക്കണേ. പിന്നെ മെയിൻ മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ സൈഡിലേക്ക് വന്ന് നോക്കാം കേട്ടോ. എഞ്ചിൻ സൈഡിൽ നോക്കാൻ പോയാൽ ഇവിടെ ആ ഒരു ക്ലച്ച് കേസ് ക്ലിയർ ക്ലച്ച് കേസ് ആക്കിയിട്ടുണ്ട് വിത്ത് ആൻറ്റി ഫോഗാണ്. അപ്പോൾ നല്ല രസമുണ്ട്, ഒരു റേസിംഗ് ലുക്കോടെയാണ് നമുക്ക് ആ ഒരു ക്ലച്ച് കേസ് റെഡ് കളറും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കറങ്ങണൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് എഞ്ചിൻ സെയിം തന്നെയാണ്, 312cc ആണ് 312cc ആണ് എഞ്ചിൻ. അത് കൂടാണ്ട് ഇതിൻ്റെ എയർ ബോക്സിൻ്റെ വോളിയം കൂടിയിട്ടുണ്ട്. അപ്പോൾ പവർ കൂടിയിട്ടുണ്ട്, 11% ഇൻക്രീസ് ഇൻ പവറാണ്. 38 PS ആണ് ഇപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും 29 Nm ഓഫ് ടോർക്കും ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ വന്നേക്കുന്നത് മെയിൻ ഒരു മാറ്റം. നമ്മുടെ ഈ സൈഡിലേക്ക് നോക്കാൻ പോയാൽ ആ സെയിം എക്സോസ്റ്റ് ആണ്, പക്ഷേ എക്സോസ്റ്റിൻ്റെ സൈസ് ചെറുതായിട്ട് മാറ്റിയോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. പക്ഷേ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, പക്ഷേ സൈഡിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ മാറ്റൊന്നും തോന്നില്ല. നമുക്ക് ബാക്കിൽ റിയർ ഹഗ്ഗർ കാണാം, റോഡ് 5 ടയേഴ്സും കാണാം, ആ സ്വിംഗ് ആമും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ റിയറിലെ ടെയിൽ ലാമ്പിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഇതാണ് നമുക്ക് റിയർ ടയേഴ്സ് നോക്കാൻ പോയാൽ റോഡ് 5 ടയേഴ്സ് അത്യാവശ്യം പ്രൂവൻ ആണ്, നല്ല ടയേഴ്സാണ്. പിന്നെ മെയിൻ വേറെ വ്യത്യാസം വന്നേക്കുന്നത് നമുക്ക് ബൈ ഡയറക്ഷനിൽ ക്വിക്ക് ഷിഫ്റ്റ് നമുക്ക് കാണാം. അപ്പ് ഷിഫ്റ്റ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് RTRൽ വന്നപ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതേ ഒരു ഫുൾ ടെക്ക് ഇതിൻ്റെ അകത്തേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓബ്വിയസ്ലി ഇത് ഞാൻ പ്രതീക്ഷിച്ചൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ RR3 നിന്ന്. ഫുള്ളി വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. ഞാൻ ഓടിക്കാൻ പോകുന്നുള്ളൂ. നമ്മളിത് ട്രാക്കിലാണ് വന്നേക്കണേ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരുള്ള ഒരു ട്രാക്കിലാണ് വന്നേക്കണേ. അപ്പോൾ ഇവിടുത്തെ ട്രാക്കിൽ നമുക്ക് ഓടിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്പെക്ക് കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ആ ഒരു RTRൽ വന്നേക്കണേ അതേ ആ ഒരു ക്രൂസ് കൺട്രോളിലെ സ്വിച്ചും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ഇത് ഡൈനാമിക് പ്രോയും ഡൈനാമിക് കിറ്റ് ഡൈനാമിക് പ്രോ കിറ്റൊക്കെ കയറ്റുമ്പോഴാണ് നമുക്ക് ഈ ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. 5-inch TFT ഡിസ്പ്ലേ വിത്ത് സ്പോർട്സ്, റേസ്, urban, റെയിൻ മോഡ്, അങ്ങനത്തെ കുറേ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ആപ്പ് വഴി കണക്ട് ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കാണാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ RTR 310 വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഇപ്രാവശ്യം അവർ ഈ ഒരു RR 310 അവർ കൊണ്ടുവന്നു. വിത്ത് കുറച്ചും കൂടെ ബെറ്റർ എക്കണോമിക്സ്, കുറച്ചും കൂടെ ഡൗൺ ഫോഴ്സ് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു വിംഗ്ലെറ്റ് 3 kg ഓഫ് ഡൗൺ ഫോഴ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അതും 140+ കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ ഫ്രണ്ട് എൻഡ് കുറച്ചും കൂടെ നമുക്ക് പ്ലാൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിനൊക്കെയാണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. PMS, അതായത് നമുക്ക് റണ്ണിങ്ങിൽ തന്നെയാണ് നമുക്ക് ടയർ പ്രഷർ അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിൽ നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ടയർ പ്രഷർ കൂടുതലാണ്, കുറയുമ്പോഴൊക്കെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 2,75,000 ആണ് എക്സ് ഷോറൂം വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്റർ ഫോർ റേസ് റെഡ് എന്ന് പറഞ്ഞ കളറിന്. 3 കളർ വേരിയൻസിലാണ് ഇറക്കിയിരിക്കുന്നത്. റേസ് റെഡ്, ബോംബർ ഗ്രേ, പിന്നെ റേസ് റെപ്ലിക്ക. ബോംബർ ഗ്രേ വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുമ്പോൾ 2,97,000ഉം നമ്മുടെ റേസ് റെഡിന് 2,92,000 ആണ് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ എക്സ് ഷോറൂം പ്രൈസ്. പിന്നെ ഡൈനാമിക് കിറ്റ് 16,000ഉം ഡൈനാമിക് പ്രോ കിറ്റ് അതിൻ്റെ കൂടെ ഒരു 18,000 ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് റേസ് റെപ്ലിക്ക വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു 7,000 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റേസ് റെപ്ലിക്ക എന്ന് പറഞ്ഞ ബൈക്ക് ഫുൾ ഫീച്ചേഴ്സോടെ സസ്പെൻഷനും എല്ലാ ഇലക്ട്രോണിക്സും കൂടെ വന്ന ഒരു വേരിയാണ് നമ്മുടെ റേസ് റെപ്ലിക്ക. അപ്പോൾ അത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെല്ലാം ആഡ് ചെയ്ത് ഓടിക്കാൻ തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം RTR 310 ഞാൻ ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അന്ന് ഓടിച്ചപ്പോഴത്തേക്കും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഇതെല്ലാ ഇലക്ട്രോണിക്സും ഉണ്ടായി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇതിന് കൂളിംഗ് സീറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തവർ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു RTRൽ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്കത് മടുത്തിട്ടുണ്ടാവും, അത് ആവശ്യമില്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതിന് കൂളിംഗ് സീറ്റോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ ഓടിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വണ്ടി ഓടിക്കാം. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ടെമ്പറേച്ചർ നോക്കാൻ പോയാൽ ഏകദേശം 34-35 ഡിഗ്രി ഉണ്ട്. കാറ്റിന് ചെറിയ തണുപ്പുണ്ടെങ്കിലും നമ്മുടെ ട്രാക്ക് തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തിളച്ച ട്രാക്കിൽ RR 310
നമ്മൾ വണ്ടി ട്രാക്കിൽ ഓടിച്ചു. അത്യാവശ്യം അടിപൊളി ട്രാക്കാണ്, ഭയങ്കര ഫാസ്റ്റ് ട്രാക്കാണ്. കാര്യം ഇതൊരു കാറിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ട്രാക്കാണ്. അപ്പോൾ എല്ലാം ഭയങ്കര വൈഡ് കോർണേഴ്സ്, ഭയങ്കര വൈഡായിട്ടുള്ള കോർണേഴ്സും ഭയങ്കര വലിയ കോർണേഴ്സൊക്കെയാണ്. ഷാർപ്പായിട്ടുള്ളതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ട്രാക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഏകദേശം എനിക്ക് ഒരു 10-20 ലാപ്പ് ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് റോട്ടിലും കൂടെ ഓടിക്കുന്നുണ്ടായി വണ്ടി. അപ്പോൾ ഞാൻ അവസാനത്തെ 2 ലാപ്പൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ക്രൂസ് കൺട്രോളൊക്കെ ട്രൈ ചെയ്ത് ഞാൻ തായ്ലൻഡ് പോയി RTR ഓടിച്ചപ്പോഴും ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടും ട്രാക്കിൽ ക്രൂസ് കൺട്രോളൊക്കെ ട്രൈ ചെയ്ത് അവസാനത്തെ ലാപ്പൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു പവർ ഡെലിവറിയും ആ ഒരു എല്ലാം, അതായത് നമ്മൾ ഓരോ മോഡിലിടുമ്പോൾ ഉള്ള മാറ്റങ്ങളും ത്രോട്ടിലിൽ വ്യത്യാസവും എല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ക്രൂസ് കൺട്രോളിൽ മറ്റേ കോർണറിങ് ക്രൂസ് കൺട്രോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നു. പിന്നെ സസ്പെൻഷനൊക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. ടയർ പ്രഷർ എനിക്ക് 32-35 ആ റേഞ്ചിലായിരുന്നു ടയർ പ്രഷറും സെറ്റ് ചെയ്തത്. അപ്പോൾ റോഡ് 5 ടയേഴ്സ് ആയാലും അത്യാവശ്യം നല്ലതുണ്ട്. വണ്ടി എന്താ ഓവറോൾ എനിക്ക് പവർ അത്ര ഒരു മാറ്റമായിട്ട് തോന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് കൈ കൊടുക്കാൻ കുറച്ചും കൂടെ രസമുണ്ട്. ഹൈ RPMസിലാണ് നമുക്ക് കൂടുതലും വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ക്വിക്ക് ഷിഫ്റ്റർ ഭയങ്കര സ്മൂത്താണ്, RTRലും ഭയങ്കര സ്മൂത്താണ്. അതേ ക്വിക്ക് ഷിഫ്റ്റർ തന്നെ ഇതിലും വെച്ചേക്കണം. അപ്പോൾ കട്ട സ്മൂത്തായിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ ഒക്കെ സെയിം 5 ഇഞ്ച് TFT ഡിസ്പ്ലേ, നമുക്ക് നല്ല എല്ലാം നല്ല വിസിബിളായിട്ട് കാണാം. അപ്പോൾ വൈബ്രേഷൻസ് ഉണ്ട്, ഹയർ RPM വൈബ്രേഷൻസ് ഉണ്ട്. അതേ സൗണ്ടും ആ എഞ്ചിൻ്റെ സൈഡിൽ നിന്നുള്ള സൗണ്ടൊക്കെ അത് തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ബട്ട് വണ്ടി അതേ ആ ഒരു ബെറ്റർ എന്താ പറയുക കുറച്ചും കൂടെ ചെറിയൊരു പവർ, നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് എനിക്ക് തോന്നിയത് ഹയർ RPMൽ ഓടിക്കാനാണ്. അപ്പോൾ അതാണ് നമുക്ക് വണ്ടീനെ പറ്റി പറയാനുള്ളത്. കുറച്ച് ദൂരം ട്രാക്കിൽ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് റോഡിലൊക്കെ ഓടിച്ച് ഒരു ടൂറിങ് വീഡിയോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. എനിക്ക് എന്തായാലും വണ്ടി ഇഷ്ടമായി. ആ ഒരു ട്രാക്ക് സ്പെക്ക് അല്ലെങ്കിൽ ഒരു പക്ക ഒരു ഫേഡ് മോട്ടോർ സൈക്കിൾ വിത്ത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ലുക്കും. ഇപ്പോൾ ഓവറോൾ വണ്ടി കൊള്ളാം. എനിക്ക് ട്രാക്കിൽ ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കിടത്താനും കോർണറൊക്കെ ചെയ്യാൻ നല്ല റോഡ് 5 ടയേഴ്സും എല്ലാം കൊണ്ടും ക്വിക്ക് ഷിഫ്റ്ററും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ 2,75,000 രൂപയാണ് സ്റ്റാർട്ടിങ് എക്സ് ഷോറൂം പ്രൈസ് തന്നെ വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്റർ. അതുകൊണ്ടാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് ചോദിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, അതും ട്രാക്കിൽ മാത്രം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് ബെല്ലൈക്കൻ നിൽക്കാം. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും. മറ്റാരും സ്വന്തം കൊച്ചിനെ